140 ന്യൂസിലേക്ക് സ്വാഗതം. +2 വിദ്യാർത്ഥിയായ ശിവസൂര്യയെ കാണാതായിട്ട് ഇന്ന് 16 ദിവസം. കുട്ടിയുടെ കൈവശമുള്ളത് 3000 രൂപയും 2 ജോഡി വസ്ത്രവും. ഓഗസ്റ്റ് 8-നാണ് കാശിക്ക് പോകുന്നുവെന്ന് എഴുതി വെച്ച് ശിവസൂര്യ വീട് വിട്ടത്. കാശിക്ക് പോകുകയാണെന്നും ഇനിയുള്ള കാലം അവിടെ കഴിഞ്ഞ് ദൈവത്തോടെ അലിയുമെന്നുമാണ് ശിവസൂര്യ എഴുതിയ കുറിപ്പിലുണ്ടായിരുന്നത്. പാനൂർ കരിയാട് പുളിയമ്പ്രം ശിവപ്രിയയിൽ ഗിരീഷിന്റെ മകനാണ് 17 വയസ്സുള്ള ശിവസൂര്യ. 6 മാസം മുൻപാണ് ഗിരീഷ് മകന് ഫോൺ വാങ്ങിക്കൊടുത്തത്. ഓൺലൈൻ ഗെയിം പതിവാക്കുകയും ബന്ധുക്കളോടടക്കം പണം കടം വാങ്ങുകയും ചെയ്യുന്ന കാര്യം അറിഞ്ഞതോടെ പിതാവ് ഫോൺ വാങ്ങിവെച്ചു. തുടർന്നായിരുന്നു കുട്ടി വീട് വിട്ടതെന്ന് അച്ഛൻ പറയുന്നു. ഉച്ചയ്ക്ക് ശിവസൂര്യ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയെങ്കിലും തിരികെ വരുമെന്നായിരുന്നു ഗിരീഷിന്റെ പ്രതീക്ഷ. തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ശിവസൂര്യയുടെ തിരോധാനം അന്വേഷിക്കുന്നത്. ശിവസൂര്യയ്ക്ക് ഗെയിം കളിക്കാൻ പണം നൽകിയവരുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഒരു മൊബൈൽ ഫോൺ, അതിൻ്റെ പേരിലുള്ള ഒരു വഴക്ക്, പിന്നെ പെട്ടെന്ന് ഒരു തീരുമാനവും, വീട് വിട്ട് ഇറങ്ങുക. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം, ഇത്ര ചെറിയൊരു കാര്യത്തിന് ഒരു കുട്ടി വീട് വിട്ട് ഇറങ്ങുമോ എന്ന്. ഇത് ശരിക്കും ഒരു മൊബൈൽ ഫോണിൻ്റെ മാത്രം പ്രശ്നമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് കുട്ടികളുടെ ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. അവരുടെ സൗഹൃദം, വിനോദം, പഠനം, സ്വകാര്യ ഇടം, അങ്ങനെ പലതും ആ ചെറിയ സ്ക്രീനിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഫോൺ വാങ്ങി വയ്ക്കുമ്പോൾ കുട്ടിക്ക് തോന്നുന്നത് ഒരു ഫോൺ നഷ്ടപ്പെട്ടു എന്നതിലുപരി തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നാണ്. അതേസമയം മാതാപിതാക്കളുടെ ഭാഗത്തും ആശങ്കയുണ്ട്. കുട്ടി എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നു, ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് കാണുന്നത്, പഠനത്തെ അത് ബാധിക്കുന്നുണ്ടോ? മാതാപിതാക്കളുടെ ഇത്തരം ആശങ്കകൾ സ്വാഭാവികമാണ്. കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തു മാറ്റാൻ ഒരു നിമിഷം മതി. പക്ഷേ കുട്ടിയുടെ മനസ്സിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ ആ അകലം കുറയ്ക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. വഴക്ക് പറയുന്നതിന് മുൻപ് കുട്ടിയെ കേൾക്കാം. കുട്ടി വീട് വിട്ടിറങ്ങുന്നതിന് മുൻപ് അവൻ്റെ മനസ്സിലേക്കൊന്ന് കയറിച്ചെല്ലാം. കാരണം കുട്ടികൾക്ക് വേണ്ടത് ഒരു ഫോണല്ല, ഏതു സമയത്തും അവരെ കേൾക്കാൻ തയ്യാറുള്ള ഒരാളെയാണ്. കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുത് എന്നല്ല, വഴക്ക് പറയുകയും നിയന്ത്രിക്കുകയും വേണം. പക്ഷേ അത് അവരെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് അവർക്ക് തോന്നരുത്. വീട് വിട്ടിറങ്ങിയ ശിവസൂര്യ വൈകാതെ തിരികെ അച്ഛനരികിലേക്ക് എത്തിയെന്ന വാർത്ത കേൾക്കാനായി കാത്തിരിക്കാം.